ഫ്ലട്ട് മാക്കിൻ്റെ പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സീരീസിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് API വിളിച്ച് നമ്മുടെ ഫ്ലട്ടർ ആപ്പിലേക്ക് ഡാറ്റാസ് ഫെച്ച് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായി യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഞാൻ ഒരു സാമ്പിൾ Node.js സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ആവുന്നത്. അപ്പോൾ അതിൽ ഞാൻ 3 യൂസേഴ്സാണ് ക്രിയേറ്റ് ചെയ്തത്. യൂസർ 1, യൂസർ 2, യൂസർ 3. അപ്പോൾ അതിൽ കൊടുത്തതെന്ന് വെച്ചാൽ നെയിം, പാസ്വേഡ്, പ്രൊഫഷൻ, ID. അപ്പോൾ ഈ സാമ്പിൾ ഡാറ്റാസാണ് ഞാൻ നമ്മുടെ ഫ്ലട്ടർ ആപ്പിലേക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു മെസ്സേജ് വന്നിരുന്നു. അതായത് ഇ-കൊമേഴ്സ് ആപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിലവിൽ ഈ ചാനലിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇ-കൊമേഴ്സ് ചെയ്തിട്ട് നമുക്കൊന്നും കാര്യമില്ല. കാരണം കുറച്ചും കൂടെ ആൾക്കാരുടെ ഇടയിൽ എത്തിയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫയർബേസ് ബാക്കെൻഡൊക്കെ ഉപയോഗിച്ച് പിന്നെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് പ്രൊവൈഡറും പിന്നെ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ സ്ട്രൈപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫുള്ളി പ്രൊട്ടക്ഷൻ ലെവൽ ആപ്പ് ചെയ്യാനാണ് ഞാൻ നിലവിൽ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുവരെ നമുക്ക് മെയിനായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ ബാക്കെൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ശേഷം ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഞാൻ ഫ്ലട്ടറിൻ്റെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ ടെലഗ്രാമിൽ പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾ ഡൗട്ടൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൃത്യ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുന്നില്ല. അതായത് നിങ്ങൾ രാവിലെ ചോദിക്കുന്നു, നമ്മളാണെങ്കിൽ രാത്രിയൊക്കെ കാണുക. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ നിലവിൽ ഓൺലൈനിലുള്ള ആൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് HTTP പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. അപ്പോൾ അത് നമ്മുടെ pub.devil HTTP സെർച്ച് ചെയ്യുക. ഇതൊന്ന് കോപ്പി ചെയ്യുക. നമ്മുടെ പെർഫെക്റ്റ് YAML ഫയലിൽ പേസ്റ്റ് ചെയ്യാം. ഇത് pub-get കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ HTTP ഉപയോഗിച്ചാണ് നമ്മുടെ എന്താ പറയുക സെർവറായിട്ട് നമ്മുടെ ഫ്ലട്ടർ ആപ്പ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് പാക്കേജസ് HTTP. ഓക്കെ, ഹാസ് HTTP. അതായത് നമ്മളിവിടെ HTTP ആയിട്ടാണ് ഈ പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ ഒരു ഫങ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ void get data എന്നുള്ളൊരു ഫങ്ഷൻ കൊടുക്കാം. get data. അപ്പോൾ അത് ഫ്യൂച്ചറേക്ക് നമുക്ക് അസിങ്ക് കൊടുക്കാം. അതിൽ അവൈറ്റ് നമ്മൾ മുകളിൽ കൊടുത്ത നമ്മുടെ HTTP .get. അപ്പോൾ നമ്മൾ ഇതിൽ URI ഡയറക്റ്റ് കൊടുക്കാം. നമുക്കിപ്പോൾ പുതിയ വേർഷൻ മുതൽ നമുക്കത് URI.parse ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ URI.parse ഇതിൽ നമ്മൾ URL കൊടുക്കേണ്ട നമ്മുടെ ഇപ്പോൾ ഞാൻ എൻ്റെ ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ചെയ്തത്. അപ്പോൾ ഈ ലോക്കൽ ഹോസ്റ്റലിൻ്റെ URL നമുക്ക് കൊടുക്കാം. അത് ഇവിടെ നിന്ന് ഇങ്ങനെ സേവ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടില്ല, കാരണം ഇത് എൻ്റെ ലോക്കൽ ഹോസ്റ്റലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ എന്താ പറയുക, ഇത് നമുക്ക് വേറൊരു റെസ്പോൺസ് എന്ന് പറഞ്ഞ വേരിയബിൾക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ലോക്കൽ ഹോസ്റ്റിലെ സംഭവം നമ്മുടെ റെസ്പോൺസിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആ റെസ്പോൺസിലെ കാര്യം നമുക്ക് റിട്ടേൺ ചെയ്യാം. ഏത് ഡീകോഡ് ചെയ്ത് JSON ഡീകോഡ് ചെയ്യുന്ന സംഭവമുണ്ട്. അത് ഡാർട്ട് കൺവേർട്ട് എന്ന പാക്കേജിലുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ response.body കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ response.body എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഭവമില്ല, ഇതാണ് നമ്മുടെ ബോഡി. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഈ യൂസർ 1 അതായത് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എന്താക്കണം, ഇവിടെ എന്തായാലും യൂസർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസർ 1ലെ ഡാറ്റാസ് മാത്രമേ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനായി നമുക്കിവിടെ റിട്ടേൺ ചെയ്യുന്ന സ്ഥലത്ത് ഫ്യൂച്ചർ മാപ്പ് സ്ട്രിങ് ഡൈനാമിക് എന്ന് അയച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് മാപ്പായിട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ UI പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ UIയിൽ സ്കാഫോൾഡ് റിട്ടേൺ ചെയ്യാം. സ്കാഫോൾഡ്. അപ്പോൾ അതിൽ ബോഡിയിൽ നമുക്ക് ഫ്യൂച്ചർ ബിൽഡർ കൊടുക്കാം. അപ്പോൾ ഫ്യൂച്ചർ ബിൽഡറിൽ നമുക്ക് ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ ഫ്യൂച്ചർ നമ്മൾ എന്താണ്, നമുക്ക് ഗെറ്റ് ഡാറ്റയാണ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഗെറ്റ് ഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ബിൽഡറിൽ അതായത് നമ്മൾ ആ ഗെറ്റ് ഡാറ്റ കിട്ടിയ ശേഷം ഈ ബിൽഡ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന് ബിൽഡറിൽ കൊടുക്കാം. ബിൽഡറിൽ നമുക്ക് കോൺടാക്ട്സും പിന്നെ സ്നാപ്ഷോട്ടും കൊടുക്കാം.
നമുക്ക് ചെക്ക് ചെയ്യാം ഇഫ് സ്നാപ്ഷോട്ട് ഹാസ് ഡാറ്റ. അപ്പോൾ അതായത് സ്നാപ്ഷോട്ടിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, റിട്ടേൺ ചെയ്യാം. നമ്മുടെ ഒരു സെൻറ്റർ വിചാരിച്ച് ക്രിയേറ്റ് ചെയ്യാം. സെൻറ്ററിൽ നമുക്ക് ചൈൽഡായിട്ട് ടെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ നമുക്ക് നമ്മുടെ ഡാറ്റ കൊടുക്കാം. അതിന് സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ. അതിൽ ഏത് ഡാറ്റയാണ് നമുക്ക് ഇതിൽ കാണിക്കേണ്ടത്, ടെക്സ്റ്റ് കാണിക്കേണ്ടത്, അത് നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കാം. അപ്പോൾ ഈ നെയിം എന്ന് കൊടുത്താൽ ഈ മഹേഷ് എന്നുള്ള പേര് നമ്മുടെ ആപ്പിൽ കാണിക്കും. അപ്പോൾ അതിന് നമുക്കിവിടെ നെയിം എന്ന് കൊടുക്കാം. നെയിം നമുക്ക് സിംഗിൾ കോട്ടിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ ഇത് നമുക്ക് ഈ സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ എന്ന സംഭവം ഹാസ് മാപ്പ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഹാസ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കും, ഈ നെയിം ഇവിടെ നമ്മുടെ ആപ്പിൽ കാണിക്കും. ഇനിയിപ്പോൾ നമ്മുടെ സ്നാപ്ഷോട്ടിൽ ഡാറ്റ ഇല്ലെങ്കിൽ എൽസ് നമുക്കെന്ത് കാണിക്കാം, നമുക്ക് ഒരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കാം. സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ ഉണ്ടെങ്കിൽ നെയിം കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താക്കും, ഈ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കും. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് റൺ ആയിട്ടുണ്ട്. ഇനി ഓക്കെ, അപ്പോൾ നമ്മുടെ പേര് ഇവിടെ വന്ന് മഹേഷ് എന്നുള്ള പേര്. അപ്പോൾ ആദ്യത്തെ യൂസറിൻ്റെ പേര് മഹേഷ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ പ്രൊഫഷൻ എന്ന് വിളിച്ച് നോക്കാം നമ്മുടെ ഈ ആപ്പിൽ. അപ്പോൾ ഈ നെയിം മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം, ഇവിടെ പ്രൊഫഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ടീച്ചർ, മഹേഷിൻ്റെ പ്രൊഫഷൻ ടീച്ചറാണെന്നുള്ള കാണുമ്പോൾ കിട്ടി. ഇനി നമുക്ക് ഈ മഹേഷിൻ്റെ ഐഡിയ ഒന്ന് നോക്കാം. ഓക്കെ, ഇത് ഇൻറ്റീജർ ആയിക്കൊണ്ട് നമുക്കിത് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചൂസ് സ്ട്രിങ്. സേവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ 1 എന്നുള്ള സംഭവം കിട്ടി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂസറിൻ്റെ കാര്യം വന്നു. അപ്പോൾ ഇനി നമുക്കിനി യൂസർ 2ൻ്റെ നോക്കാം. അപ്പോൾ ഇവിടെ 2 എന്ന് ആയി. അപ്പോൾ അതിൽ യൂസർ 2ൻ്റെ നെയിമും നമുക്ക് കാണിക്കാം. യൂസർ 2 നെയിം ഓക്കെ സുരേഷ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യൂസർ 2ൻ്റെ പേര് സുരേഷ്. ഓക്കെ, അപ്പോൾ നമ്മുടെ API വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ടെക്സ്റ്റ് കൂടി കൊടുക്കാം. അപ്പോൾ അതിനെ നമുക്കിത് ഈ ടെക്സ്റ്റ് കോളം വെച്ചിട്ടായിട്ട് റാപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ഓൾറെഡി സ്ട്രിങ്ങാണ് കൊടുത്തത്. ഓക്കെ, അതിന് ശേഷം ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് പിന്നെ സ്നാപ്ഷോട്ട് ഡോട്ട് ഡാറ്റ ഹാസ് മാപ്പ്. എന്നിട്ട് അതിൽ നമുക്ക് പ്രൊഫഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇനി നമ്മുടെ സ്ക്രീനിൽ നെയിമും പ്രൊഫഷനും കാണിക്കും. സേവ് ചെയ്യാം. ഇത് കാണിക്കാതെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ ഈ കോളം കൊടുത്തുകൊണ്ട് അത് മുകളിലായിരിക്കും കാണിക്കുക. നമുക്കിതൊന്ന് മെയിൻ ആക്സിസ് സെൻറ്റർ കൊടുത്ത് നോക്കാം. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സ്റ്റാർട്ട് സെൻറ്റർ. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെൻറ്ററിലേക്ക് വന്ന് അപ്പോൾ നമ്മുടെ നെയിമും നമ്മുടെ പ്രൊഫഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം. യൂസർ 1ലേക്ക് ആക്കാം. അപ്പോൾ ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, മാറ്റം വന്നില്ലേ, മഹേഷ് പ്രൊഫഷൻ ടീച്ചർ എന്നില്ലേ സംഭവം നമ്മുടെ ആപ്പിലേക്ക് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ നമ്മുടെ ഫ്ലട്ടർ ആപ്പിലേക്ക് API ഉപയോഗിച്ച് ഡാറ്റാസ് ഫെച്ച് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് കോൾ ചെയ്ത് ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ശരിക്കും ഇത് നമ്മൾ API വിളിക്കുമ്പോൾ മോഡൽസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം API വിളിക്കാൻ. അതെന്തായാലും ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് മോഡൽസൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് API വിളിക്കാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ API വിളിക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ എന്താ പറയുക, കുറേ API ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് എവിടെയാണ് എങ്ങനെ എറർ, ഇൻ കേസ് എവിടെയൊക്കെ എററൊക്കെ വന്നാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഒരു നല്ല അപ്രോച്ചല്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ നമുക്ക് മോഡൽസൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ API വിളിക്കാമെന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.